തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ശാന്തി ഭവനിലെ മാനേജറാന്നറിയാം മാം. ഇദ്ദേഹം നിങ്ങളെ കാണാനാ വന്നത്. ഞങ്ങളെന്തിനാ കാണുന്നത്? ഞങ്ങള് ശാന്തി ഭവനിൽ യാദൃശികമായിട്ട് ചെന്നതാ മാം. ഞങ്ങൾ അന്വേഷിച്ച് ചെന്നയാള് മാറിപ്പോയി. ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു. പിന്നെന്താ സർ വന്നത്? നിങ്ങൾ ആളുമാറി അന്വേഷിച്ചെത്തിയ ആ സ്ത്രീയെ ഓർമ്മയുണ്ടോ? കുറച്ചോർമ്മയുണ്ട് സാർ. എന്താ സാർ പ്രശ്നം? നിങ്ങൾക്ക് അംബിക ഓർമ്മയുണ്ടാകാം, അല്ലെങ്കിൽ മറന്നുപോയിരിക്കാം. പക്ഷേ ആ സ്ത്രീ നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങൾ അവർക്ക് കൊടുത്തിട്ട് പോയ മോഹന വാഗ്ദാനവും അവർ മറന്നിട്ടില്ല. അവരുടെ മകനെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് നിങ്ങൾ എന്തിനാ ആ പാവത്തിന് വാക്ക് കൊടുത്തിട്ട് പോയത്? സാർ, നിങ്ങൾ അംബികയ്ക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുത്തായിരുന്നോ? മാം, അത് വാക്ക് കൊടുത്തായിരുന്നോ എന്നാണ് ചോദിച്ചത്. അതെ മാം, കൊടുത്തായിരുന്നു. അത് അപ്പോഴത്തെ സാഹചര്യത്തില് അങ്ങനെ പറയേണ്ടി വന്നതാ മാഡം. നിങ്ങൾ അവർക്ക് വാക്ക് കൊടുത്ത സാഹചര്യം എന്തുമാവട്ടെ, ആ പാവ സ്ത്രീ മകനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയാണവർ. മകനെ കാണാൻ കഴിയാതെ അംബിക ആത്മഹത്യക്ക് ശ്രമിച്ചു. അവരിപ്പോ ഹോസ്പിറ്റലിലാണ്. അവരുടെ മകനെ കൊണ്ടുവന്ന് കാണിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്യണം. അതൊരു പുണ്യമായിരിക്കും. ഗബ്രിയേൽ സാറിനെ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. സാറ് പറഞ്ഞിട്ടും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇനി ഇഷ്ടം പോലെ ചെയ്യാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മാഡം? ആരാണ് അംബികയുടെ മകൻ? ഇതേ കാര്യം ACPയും ബൃന്ദയോട് ചോദിച്ചിരുന്നല്ലോ. ആരാണ് അവരുടെ മകനെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല മാം. അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ആ സ്ത്രീക്ക് വാക്ക് കൊടുത്തത്? ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയാണെന്ന് കരുതി അവരുടെ മുന്നിൽ ചെന്ന് പെട്ടുപോയതാ മാം. അതെ മാഡം, അവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാതെ വന്നപ്പം അങ്ങനെ പറയേണ്ടി വന്നതാ. അംബികയുടെ മകനാണെന്ന് അവര് പറയുന്നത് ആരെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആരവെന്ന പിടികിട്ടാ പുള്ളി. മാം, എന്നാ പിന്നെ ഞങ്ങൾ പൊക്കോട്ടെ. നിക്ക്. നിങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയെ തിരക്കിയല്ലേ ശാന്തി ഭവനിൽ പോയത്? അതെ മാം. ആ ഫ്രണ്ട് തന്നെയല്ലേ വൃന്ദ ACPയോട് പറഞ്ഞ ആരതി? യെസ് മാം. ഏതായാലും നിങ്ങൾ അംബികയെ ചെന്ന് കാണണം. അവരെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തണം. അത് വൈകിപ്പോയാ അവര് വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചേക്കും. യെസ് മാം. പൊയ്ക്കോളും. ശരി ശരി മാം. അംബികേന്റെ അവസ്ഥ വളരെ കഷ്ടം. അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് കേട്ടപ്പോ മുതൽ ഞങ്ങൾക്കെല്ലാം നല്ല സങ്കടമായിരിക്കാം. അവർ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചുകൂടാന്നില്ല. ഈശ്വര, അംബിക എനിക്ക് വലുതും സംഭവിച്ച ആ പാപക്കറ നമ്മുടെ തലയിലാവൂ. നിങ്ങളോട് ആ സ്ഥലത്ത് പോരെന്ന് ഞാൻ അന്നേ പറഞ്ഞാലേ, നിങ്ങൾ ആരും കേട്ടില്ല. പോയതിലെന്താ തെറ്റ്? പോയതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ എന്തിനാ പാവത്തിന് വാക്ക് കൊടുത്തേ?